ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ടെക്നിക്ക്. മീൻസ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രെയറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഫോളോവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ടെക്നിക്കുകളും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എനർജി ടെക്നിക്കുകൾ, അതല്ലെങ്കിൽ വാട്ടർ ടെക്നിക്ക്, അല്ലെങ്കിൽ മിറർ ടെക്നിക്ക്, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക്, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇതൊരു സ്പെഷ്യൽ പ്രെയറാണ്. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ഈ പ്രെയർ ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി വായിച്ചാലും മതി. ഇനി ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു 5 ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചത്തിൽ പറയണമെന്നൊന്നുമില്ല, മനസ്സിലത് ഫീൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കും. നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പം അതറിയാൻ എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ പ്രെയർ ഏതാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഇപ്പം നോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ മുകളിലത്തെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ നമ്പറിലോട്ടൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം എന്നുള്ളതാണ്. ഇവിടെ അവളുടെ എന്ന് യൂസ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് അവൻ്റെ എന്നാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയുടെ പേരാണെങ്കിൽ ആ പേര് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പറയാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് അവളുടെ എന്നുള്ളതാണ് എല്ലാ സെൻറ്റൻസിലും പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് അവൻ്റെ എന്നാക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ കേട്ടോ, കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾ ആരിൽ നിന്നാണ് മെസ്സേജ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. രണ്ടാമത്തത്, എൻ്റെ ആഗ്രഹം സഫലമാകുന്നതിൽ പ്രപഞ്ചശക്തിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എൻ്റെ ആഗ്രഹം സഫലമാകുന്നതിൽ പ്രപഞ്ചശക്തിയുടെ പൂർണ്ണ പിന്തുണ എനിക്ക് ലഭിക്കുന്നു. ഈ പ്രപഞ്ചശക്തിയുടെ എന്നുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്താണോ ആ ശക്തിയുടെ പേര് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഞാനിവിടെ കോമൺ ആയിട്ട് പ്രപഞ്ചശക്തിയുടെ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സ്നേഹം നൽകാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. സ്നേഹം നൽകാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. അടുത്തത്, അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അവളുടെ മെസ്സേജ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവൾ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു. ലാസ്റ്റ് 3 തവണ ഇത് നടക്കുന്നു. ഇപ്പം ലാസ്റ്റ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അവളുടെ മെസ്സേജ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവൾ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു പ്രെയറാണ്. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കും. പിന്നെ ഇത് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് അത് മാക്സിമം ഫീലോട് കൂടിയിട്ട് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക. നിങ്ങൾ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്. അത് ബാക്കിയുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത്. സോ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.